സുബ്ഹാനഹു വ തആല പ്രവാചകനെ ഒരു അഭിരക്ത വാത്സല്യത്തോടെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങ് ഭ്രാന്തനല്ല നബിയേ, അങ്ങ് ഭ്രാന്തനല്ല നബിയേ. വഇന്നക ലഅലാ ഖുലുഖിൻ അലീം. അങ്ങൊരു ഉത്തമമായ സ്വഭാവത്തിന്റെ മുകളിലാണ് നബിയേ. അങ്ങ് മാന്യനാണ്, ഉദാരനാണ്, ഏറ്റവും ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹുവേ അല്ലാഹുവിന്റെ തിരുദൂതരെ പേടിക്കണ്ട, ഒരു കൂട്ടുകാരനെ പോലെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കുകയാണ്. എന്തിനാണ് തിരുദൂതരെ? അങ്ങയെക്കുറിച്ച് പറയുന്നവൻ ആരെന്നറിയുമോ? അങ്ങയെക്കുറിച്ച് പറയുന്നവൻ അങ്ങേ ആക്ഷേപിക്കുന്നവൻ ആരെന്നറിയുമോ? മന്നാഇൻ ലിൽ ഖൈരി മുഅ്തദിൻ നസീം ഉതുല്ലിൻ ബദാലിക സനീം അൻ കാന ദാമാലിൻ വബനീർ ഇദാ തുതിലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറഞ്ഞു, നബിയെ അങ്ങേ ആരാ? അങ്ങേ ആക്ഷേപിക്കുന്നവൻ ആരെന്നറിയുമോ? മന്നാഇൻ ലിൽ ഖൈരി, പണ്ട് മുതലേ സർവ്വനന്മകൾക്കും വികാരങ്ങൾക്കുന്നവനാണ്. മൂത്തതിന്നവൻ പരിധി കടന്നവനാണ്. അഭീമവൻ കൊടും കുറ്റവാളിയാണ് നബിയെ. മന്നായിൻ മശായിൻ ബിനമീം, പരദൂഷണം പറയുന്നവന്റെ ജോലിയാണ് നബിയെ. അതുകൊണ്ട് തിരുദൂതരെ, അല്ലാഹുവിന്റെ ഖുർആൻ തന്റെ പ്രവാചകനെ ദുഃഖിപ്പിച്ചവനെ അല്ലാഹു വല്ലാത്ത ശൈലിയിൽ പറയുകയാണ്. അല്ല നബിയേ, അല്ല നബിയേ, അവനാരെന്നറിയുമോ? അവൻ പിഴച്ചുപെട്ടവനാണ് നബിയെ. തന്റെ ഹബീബിന്റെ മനസ്സ് വേദനിപ്പിച്ചവനെ പ്രവാചകനെ സാന്ത്വനിപ്പിക്കുകയാണ്, കൂട്ടുകാരൻ ഇടപെടുകയാണ്. ഓ നബി, അങ്ങേ പറഞ്ഞവൻ ആരെന്നറിയുമോ? അങ്ങേ ആക്ഷേപിച്ചവൻ അവന് സലീം, അവൻ വിചരിക്കപ്പെട്ടവനാണ് നബിയെ. അവൻ പിഴച്ചുപെട്ടവനാണ് നബിയെ. ലോകം മുഴുവനും അത്ഭുതപ്പെട്ടുപോയി. അതുകൊണ്ട് നമുക്കിന്നും അതേ പറയാനുള്ളൂ. പറയാൻ നമുക്ക് കഴിയാത്തത് കൊണ്ട് പറയാത്തതാണ്. കാരണം റസൂലുള്ള നമ്മളോട് പഠിപ്പിച്ചതാണ്. അള്ളാന്റെ റസൂലിനെ ആക്ഷേപിച്ചവൻ ഇന്നും പത്രത്താളുകളിലൂടെ റസൂലുള്ളാഹിനെ ആക്ഷേപിച്ചവന് അള്ള പറഞ്ഞത് അവൻ ആരെന്നറിയുമോ? സലീമെന്നവൻ പിഴച്ചുപെട്ടവനാണ് എന്ന് പറഞ്ഞാൽ അവൻ കുടുംബത്തിൽ പിറക്കാത്തവനാണ്, അവന് തന്തയ്ക്ക് പിറക്കാത്തവനാണ് നബിയെ. അള്ള പറഞ്ഞ വാക്കിന്റെ അതേ അർത്ഥമാണ് പറഞ്ഞത്. സലീമെന്നവൻ യഥാർത്ഥ പിതാവിനുണ്ടായതല്ല. വലീദ് ബിൻ മുഗീറ കഅബാലയത്തിന്റെ ഭിത്തിയിൽ ചാരി നിന്ന് അഹങ്കാരത്തോടെ നിൽക്കുന്നു. തലയിൽ അശനിവാടം വന്ന് വീണതുപോലെ പറയുന്നു, നീ വ്യഭിചാരപുത്രനാണ്, നീ കുടുംബത്തിൽ പിറക്കാത്തവനാണ്. മുഗീറ ഞെട്ടിപ്പോയി. ആളുകൾ മുഴുവനും ഓടി വന്ന് മുഗീറയോട് ചോദിച്ചു, മുഗീറ, നിന്നോടാണ് പറയുന്നത് നീ പിഴച്ചുപെട്ടവനാണെന്ന്. എനിക്കറിയില്ല, എന്റെ മാതാവിനോട് ചോദിക്കാം. ആളുകൾ വലീദ് ബിൻ മുഗീറയുടെ മാതാവിന്റെ മുമ്പിലെത്തി. എന്നിട്ട് ചോദിച്ചു, ഇവന്റെ പിതാവാരാണ്? വലീദ് ബിൻ മുഗീറയുടെ മാതാവ് ആരുമറിയാതെ ചാരം മൂടിക്കിടന്ന അധർമ്മത്തിന്റെ ഈ കരിനിഴൽ സത്യത്തെ ഖുർആൻ വെളിയിലോട്ട് കൊണ്ടുവന്നു. ആ മാതാവ് പറഞ്ഞുവത്രേ, വകാന അബൂഹു ഇന്നീന, ഇവന്റെ പിതാവ് സന്തനായിരുന്നു. ഒരാട്ടിടയനുമായി ഞാൻ ശാരീരിക ബന്ധം ഏർപ്പെടുത്തിയപ്പോ അതിലൂടെ എനിക്കുണ്ടായ കുഞ്ഞാണിത്. മക്കാരറിയാത്ത, കുടുംബമറിയാത്ത, അവന്റെ ഉമ്മയല്ലാതെ മറ്റൊരാളറിയാത്ത മൂടിക്കിടന്ന സത്യത്തെ ലോകത്തിന്റെ മുമ്പിൽ പറഞ്ഞിട്ട് എന്റെ പ്രവാചകനെ, എന്റെ കൂട്ടുകാരനെ ആരെങ്കിലും ആക്ഷേപിച്ചാൽ അവൻ ആരുമായി കൊള്ളട്ടെ, ഡെൻമാർക്കിലാണെങ്കിലും ശരി, കേരളത്തിലാണെങ്കിലും ശരി, മതസൗഹാർദ്ദത്തിന് കേളുകേട്ട കേരളത്തിന്റെ ഈ നല്ല സാമുദായിക ഐക്യത്തെ തകർക്കാൻ വരുന്ന ചിത്രശക്തികൾ ഇന്ന് പാർലമെന്റ് പോലും നിയമസഭയിൽ ആഭ്യന്തരമന്ത്രി പോലും പറയുന്ന അവസ്ഥയിൽ അല്ലാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുമ്പോ, റസൂലുള്ളാഹിനെ ആക്ഷേപിക്കുമ്പോ അവരെ കുറിച്ച് നൂറ്റാണ്ട് മുമ്പ് ലോകത്തിന്റെ തമ്പുരാൻ പറഞ്ഞു, അവര് പിഴച്ചുപെട്ടവരാണ് നബിയെ. കുടുംബത്തിൽ പറഞ്ഞവനത് ചെയ്യില്ല, തന്തയ്ക്ക് പറഞ്ഞവനവൻ ചെയ്യില്ല നബിയെ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ